നമസ്കാരം. കേരള പോലീസ് അല്ല, കേരള പോലീസ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പിണറായി പോലീസ്, കേരള പോലീസിലെ ഒരു വിഭാഗം എന്താ പറയാ ഗുണ്ടകളായിട്ടുള്ള പിണറായി പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ നമുക്കറിയാം. ആ പരാക്രമങ്ങളുടെ 7 അയലത്ത് പോലും ഒരുത്തനെ കൊന്ന ഒരു കൊലയാളിയായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച് കൊന്ന ഏത് ബാക്കിയുള്ളതും അത് തന്നെയാണല്ലോ. എവിടെ നിന്നോ ഒരു ഇമെയിൽ, ഏതോ രാജ്യത്ത് നിന്ന് ഒരു ഇമെയിൽ ഒരു രാത്രിയിൽ ഇവിടെ വന്ന് നിപതിക്കുമ്പോ അത് പിണറായിയുടെ കൈകളിലേക്ക് എത്തുമ്പോ ആ പരാതി എടുത്തു വെച്ചുകൊണ്ട് അത് ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് എന്ന് പോലും ആലോചിക്കാതെ അങ്ങോട്ട് ഇറങ്ങി കേസും വഴക്കും. പിന്നെ അർദ്ധരാത്രിയിൽ ഒരു ജനപ്രതിനിധി, അതും 2 കേസുകളിൽ സമാനമായിട്ടുള്ള 2 കേസുകൾ ചുമത്തി വെച്ചുകൊടുത്ത് ആ കേസുകളിൽ ജാമ്യത്തിലും അല്ലാതെ നോട്ട് അറസ്റ്റിലുമൊക്കെ നിലനിൽക്കുന്ന പോലീസിന്റെ കൺവട്ടത്തുള്ള പോലീസിന്റെ സംരക്ഷണയിൽ നടക്കുന്ന ജനപ്രതിനിധിയായ ഒരു MLA. കാരണം അദ്ദേഹത്തിന് ഭീഷണികളുണ്ട്. ആ ഭീഷണികൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് സേന കൂടെ ഉണ്ട്. അത്തരത്തിൽ ഒരു പോലീസ് സേനയ്ക്ക് ഒപ്പം സഞ്ചരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ റൂമിൽ കിടന്ന് ഉറങ്ങിയപ്പോ അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തും ബാക്കിയുള്ളവരും എല്ലാം പോയ ശേഷം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടത്തെ തട്ടിക്കൊണ്ടുപോയ പിണറായിയുടെ ഗുണ്ടാ പോലീസ്. കേരള പോലീസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരള പോലീസ് നല്ല പോലീസാണ്. കഴിവും പ്രാപ്തിയുമുള്ള, എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പോലീസ് സേനയാണ്. ആ പോലീസ് സേനയിലെ ഒരു വിഭാഗത്തെ ക്രിമിനൽ വൽക്കരിച്ച് കൊണ്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ജീവൻ, ആ പോലീസുകാരുടെ ജീവൻ തഥൈവയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അല്ലെങ്കിൽ പാർട്ടിയുടെയും മറ്റുമൊക്കെ തണൽ നിന്നുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് അതിൽ ഇരകളായി അവരുടെയൊക്കെ ശാപം, അവരുടെ കേസ്, അവരുടെ മുന്നോട്ടുള്ള പോക്ക്, പ്രൈവറ്റ് അന്യായം, ഇതൊക്കെ ഇനി പാവങ്ങളുടെ പെൻഷൻ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത്തരത്തിൽ കഷ്ടപ്പെടുന്ന അതേ പോലീസ് സന്നാഹങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി 12-12:30 മണി സമയത്ത് തട്ടിക്കൊണ്ടുപോയ ആ ശുഷ്കും ഉശിരും പുളിയുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഒരുത്തനെ കൊന്നിട്ട് ഇല്ലാതെ പോയത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നാകെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നതാണ്, രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ്, പിണറായിയെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുന്നവരുടെ വിജയം എന്നൊക്കെ വിളിക്കുന്നത് കൊണ്ടുള്ള കലിപ്പ് തീർക്കുകയാണ് എന്ന് കേരളത്തിലെ ജനം ഒന്നാകെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഇവിടെ കേരളത്തിലെ മുഴുവൻ ജനം ഒരു സാധുവിനെ കൊന്നതിന് എതിരെ നിൽക്കുകയാണ്. അങ്ങനെ എതിർ നിന്ന് ജനവികാരം ഇത്രയധികം സോഷ്യൽ മീഡിയ അടക്കം ഇത്രയധികം വ്രണപ്പെട്ടിട്ടും ഈ രീതിയിൽ ഒച്ചവിളി ഉണ്ടാക്കിയിട്ടും സഞ്ജിത മുസ്തഫ വൈറലാകാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയേക്കാൾ വൈറലായിക്കൊണ്ട് ഇവിടെ കേരളത്തിലെ ഓരോരുത്തരുടെ വീഡിയോകളും അത് മാത്രമല്ല അവരുടെ അഭിപ്രായങ്ങളും നിൽക്കുന്ന സമയത്തും പോലീസ് കേസ് എടുത്തിരുന്നില്ല. പോലീസ് എടുത്തതെന്നാണ് അസ്വാഭാവിക മരണം. അത് തന്നെ മതി. കാര്യം പ്രാദേശികമായി ഒരു പാർട്ടിയുടെ വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകയായതുകൊണ്ട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടമായിരുന്നില്ലല്ലോ. വല്ല രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, കേക്കച്ചനെ ഇഷ്ടമല്ലാത്ത വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. എന്നാൽ അതൊന്നും അല്ലാത്തത് കൊണ്ട്, രാഹുൽ മാങ്കൂട്ടം അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലാത്തത് കൊണ്ട്, രക്ഷാപ്രവർത്തനം ആവശ്യമുള്ളവരല്ലാത്തത് കൊണ്ട് അങ്ങ് രക്ഷപ്പെടുത്തിയേക്കാമെന്ന് കേസെടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അത് അന്വേഷിക്കണം എന്ന് ഉത്തരവിട്ടതിന് ശേഷം ഒരു FIR. ആ FIRും ഭയങ്കര രസമാണ്. അതായത് ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ആ കൊലയാളി പെണ്ണിനെ, ആ കഥ കണ്ടാൽ തന്നെ മനസ്സിലാവും, ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് വസ്തുത എന്നുള്ളത്. കാര്യം അവരുടെ സ്വകാര്യ വാഹനങ്ങളിലോ കാറിലോ മറ്റോ അല്ലാതെ മറ്റെങ്ങോട്ട് പോകുന്ന ഒരാളല്ല, സാധാരണഗതിയിൽ ബസ്സിൽ പോകുന്ന ആളല്ല എന്നാണ് അവരുടെ നാട്ടുകാരുടേതായി പല വോയിസ് നോട്ടുകളും പുറത്തു വന്നിട്ടുള്ളത്, പല വാർത്തകളിലും അവർ പറയുന്നത്. അത് വളരെ വ്യക്തമായി അറിയാവുന്നതിന്റെ കാരണം അവർ ഒരു സാധാരണ സ്ത്രീ അല്ലായിരുന്നു എന്നതുകൊണ്ടാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് മെമ്പറായിരുന്നു 5 വർഷക്കാലം. ആ 5 വർഷക്കാലം മെമ്പറായിരിക്കുന്ന ആ സമയത്ത് പാർട്ടിയോടുള്ള അവരുടെ നിലപാടുകളും അല്ലെങ്കിൽ ഒരു മെമ്പർ എന്ന നിലയിലുള്ള അവരുടെ നിലപാടുകളും ഒക്കെ ഏതൊക്കെ വിധത്തിലാണ് എന്ന് പലരും വിമർശിക്കുകയും അതുപോലെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം അവർക്കെതിരെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു നിലപാട് എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അത് അവരുടെ നിലപാട്, അവരുടെ ഇഷ്ടം, അവർ ജീവിക്കട്ടെ. ഇത്തരത്തിൽ ഒരു പാവപ്പെട്ടവനെ, ഒരു സാധുവിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ആ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും അറിയാലോ, അത്രയധികം തിരക്കുണ്ട് എന്ന് പറയുന്നെങ്കിലും ആ പെണ്ണിന്, സഞ്ജിത മുസ്തഫയ്ക്ക് മാറി നിൽക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മാറിടത്തിലോ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും തൊടയെ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് വീഡിയോ എടുത്തോണ്ട് പിടിച്ചോടാ ഞാൻ വീഡിയോ എടുത്തോട്ടെ നല്ല പറയല്ലേ, ഞെട്ടി മാറും, അതല്ലെങ്കിൽ രൂക്ഷമായി നോക്കും, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇനി ഒരു പക്ഷെ തൊട്ടടുത്ത ആൾക്കാരോട് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2 തുള്ളി കണ്ണുനീരെങ്കിലും വരും. ഇവിടെ ആ മാറിടത്തിൽ മറ്റേയാളെ മുട്ടുകൊള്ളുന്നു എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ചുണ്ടത്തൊരു മന്ദഹാസമുണ്ട്. കിട്ടിയല്ലോ എനിക്ക് റീലേ, നല്ലൊരു അടിപൊളി സാധനം കിട്ടി, ഇത് വെച്ച് ഞാൻ സ്റ്റാർ ആകും. അതായത് തന്റെ ശരീരം അതിനുവേണ്ടി ഒരുക്കി വെച്ചു കൊടുത്തു, അങ്ങോട്ട് ചെന്ന് മുട്ടി നിന്നു കൊടുത്തു എന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ്.
അതുകൊണ്ട് തന്നെ ആ വീഡിയോ വൈറലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നും അല്ലാതെ ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എന്തെങ്കിലും കാട്ടിയതല്ല എന്നും വ്യക്തമാണ്. അത് സൂക്ഷിച്ചു നോക്കിയാൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ആ സമയത്ത് ദീപകിന്റെ കയ്യില് ഒരു ബാഗ് ഉണ്ട്. ബാഗ് രണ്ട് കൈ കൊണ്ട് പിടിച്ച് പൊന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പൊന്തിക്കുന്ന സമയത്ത് രണ്ട് കൈമുട്ടുകളും ഇളകും. രണ്ട് കൈമുട്ടുകളും ഇളകുന്നുണ്ട്. അതിൽ ഒരു മുട്ട് ഇളകുമ്പോൾ അത് അവളുടെ മാറിടത്തിന്റെ ചാരി കൊണ്ടുവന്ന് വെച്ചേക്കണം. ഒന്ന് മാറിയുന്ന പോരെ. പക്ഷെ വീഡിയോ കിട്ടണമെങ്കിൽ, കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാരി തന്നെ നിൽക്കണമല്ലോ. അതാണ് നിലവിലെ അവസ്ഥ. കണ്ടാൽ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇനി അതല്ല, അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, മനഃപൂർവ്വം ലൈംഗികമായി ആക്ഷേപിക്കാൻ അതിക്രമിക്കാൻ ശ്രമിച്ചാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പുഞ്ചിരിച്ചുകൊണ്ട് വൈറലാക്കുകയാണോ വേണ്ടത്? ഇനി അതല്ല, അവളെ ആക്രമിച്ചതാണ് എന്നുണ്ടെങ്കിൽ, ലൈംഗികമായി ആക്ഷേപിച്ചതാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ മനസ്സിൽ ആ സമയത്ത് മുഖത്ത് ഉണ്ടാകുന്ന ചില ഭാവവ്യത്യാസങ്ങളുണ്ട്. അതൊന്നും തന്നെ ആ വീഡിയോയിൽ കാണുന്നില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇട്ടിട്ടുള്ള വകുപ്പുകൾ അസ്വാഭാവിക മരണത്തിന് എന്നായിരുന്നു. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം, അതിൽ അന്വേഷിക്കാം എന്ന്. എന്തുകൊണ്ടാണ്? അത് രാഹുൽ മാങ്കൂട്ടം അല്ലാത്തത് കൊണ്ടാണോ? ഇപ്പോ വളരെ വിവാദമായ ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത ശേഷം FIR ഇട്ടിട്ടുണ്ട്. ആ FIR-ൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ബഹുരസമാണ്. ഇന്ന് 19/1/2026 തീയതി കന്യക വൈഫ് ഓഫ് ചോയ് 60 വയസ്സ് ദീപക് ഹൗസ് ഉള്ളാട്ടുതൊടി മണൽത്താഴം എന്നിവർ നൽകിയ പരാതിയിൽ പരാതിക്കാരിയുടെ മകൻ മരിച്ചത് ഷംജിദ മുസ്തഫ എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്നും മറ്റുമുള്ള പരാതി ബഹുമാനപ്പെട്ട കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവി അവർകൾ നമ്പർ 3868/2026 CC ഡേറ്റഡ് 19/01/2026 നമ്പറായി മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ SP ഓഫീസിലേക്ക് അയച്ചത് നമ്പർ 04 PTN MCS 26 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് തപാലായി അയച്ചു കിട്ടിയത് നിയമ നടപടികൾക്കായി FIR രജിസ്റ്റർ ചെയ്തു എന്നും മറ്റും. അതായത് ഈ പരാതിയിന്മേൽ FIR ഇടേണ്ട രീതിയിൽ FIR ഇട്ടപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. ആ പാവപ്പെട്ടവന്റെ ജീവൻ പോയത് എന്ന് തന്നെയാണ് മെച്ചം. ഒന്നും നടക്കാൻ പോകുന്നില്ല. അതായത് പിണറായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഇനി പിടിച്ചു, എന്താണ് കിട്ടാൻ പോകുന്നത്? തെളിവ് കിട്ടാൻ പോകുന്നുണ്ടോ? അതായത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നപ്പോ കേസെടുക്കണം, അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ അവള് നാട് വിടുന്നതിന് മുമ്പ് അവളെ കസ്റ്റഡിയിലെടുത്ത് ആ ഡിവൈസ് പിടിച്ചെടുത്ത് ആ ഡിവൈസിന് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി CC ചെയ്ത് സൂക്ഷിക്കേണ്ട സ്ഥാനത്ത് അത് രക്ഷപ്പെടാനും ആ ഡിവൈസുകൾ നശിപ്പിക്കാനുള്ള സാവകാശം ചെയ്തു കൊടുത്തത് ഇതേ പോലീസ് തന്നെയല്ലേ? ഇങ്ങനെയല്ലല്ലോ മറ്റുള്ളവരോടൊക്കെ ഇടപെടുന്നത്. ആരെങ്കിലും ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം നശിപ്പിക്കാൻ ജാമ്യം കൊടുത്ത് വിടേണ്ട, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട കേസാണെങ്കിൽ പോലും അവന്റെ മൊബൈൽ ഫോണും പിടിച്ചെടുത്ത് അവന്റെ സകലതും പിടിച്ചെടുത്ത് അവന് നാട് മുഴുവൻ നാറ്റി അവനെ റിമാൻഡ് ചെയ്യിക്കുന്ന പോലീസാണല്ലോ ഇവിടെ ഉള്ളത്. ആ പോലീസ് എന്ത്, അതേ കോഴിക്കോട്ടത്തെ പോലീസ് എന്ത് ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കാത്തത്? ഒരുത്തനെ കൊന്നതായത് കൊണ്ടോ ആണോ? അതോ അയാൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ലാത്തത് കൊണ്ടോ? ഇവിടെയാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. രാഹുലിനെ ഈ വീഡിയോയിലേക്ക് വലിച്ചടിച്ചതല്ല. രാഹുൽ മാങ്കൂട്ടം MLA നട്ടപ്പാതിലേക്ക് വിളിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ, അതായത് തട്ടിക്കൊണ്ടുപോയ ആ തട്ടിക്കൊണ്ടുപോകുന്നതിന് എത്രയോ ഇരട്ടി വലുതാണ് ഇവിടെ ഒരുത്തന്റെ ജീവൻ നശിപ്പിച്ചു എന്നുള്ളത്. അതിന്റെ തെളിവുകൾ ശേഖരിച്ചു വെക്കണ്ടേ? തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നില്ലേ അപ്പൊ ഇവിടെ പോലീസ്? അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ പിണറായി പോലീസ് നിലകൊള്ളുന്നത് എന്നതിൽ നിന്ന് ചിന്തിക്കേണ്ടതാണ്. Different angles. Don't forget to subscribe and support this channel.